സൂര്യകാന്തിയുടെ സന്തോഷം പോലെ അത്രയും ഗരിമയിൽ തൃശൂർ പൂരത്തിനുള്ള അതേ ജനങ്ങൾ, അതേ ജനസാഗരം ഇവിടെ ഇങ്ങനെ ആർത്തിരമ്പി നിൽക്കുകയാണ്. ഓരോ പവലിയനിലും കയറിയിറങ്ങിയാൽ വിവിധ പരിപാടികൾ നമുക്ക് കാണാം. ഓരോരുത്തരായി പെർഫോമൻസ് അവിടെ അങ്ങനെ നടക്കുന്നു. അവിടെ പാലുകാച്ചൽ, ആ ഡയലോഗ് എനിക്ക് സത്യം പറഞ്ഞ ഓർമ്മ വരും. അവിടെ വഞ്ചിപ്പാട്ടാണെങ്കിൽ ഇവിടെ നാടോടി നൃത്തം, അവിടെ കഥകളിയാണെങ്കിൽ ഇവിടെ മറ്റെന്തെങ്കിലും കലകളുടെ ഒരു സമ്മേളനമായിരുന്നു ഈ ദിവസങ്ങൾ മുഴുവൻ. അതിന്റെ പരകോടിയിലെത്തുമ്പോൾ ആരാണ് കപ്പടിക്കുക എന്നുള്ള ഉദ്യോഗമായിരുന്നു ഇത്രയും ദിവസമെങ്കിൽ ആ ചോദ്യത്തിന് ഉത്തരം വന്നിരിക്കുന്നു. കണ്ണൂർ തന്നെ കപ്പടിച്ചിരിക്കുന്നു. പക്ഷെ തൃശൂർ ഒട്ടും പുറകിലല്ല. സീനതയ്ക്ക് ചെറിയ സങ്കടമുണ്ട്. ഉണ്ടോ? കുറച്ചധികം സങ്കടമുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ചെറിയൊരു ഇഞ്ചാണ്. കഴിഞ്ഞ തവണ ഞങ്ങളുടെ കയ്യിലിരുന്നല്ല, അതുകൊണ്ട് ഞങ്ങൾ വിട്ടു തന്നിരിക്കുന്നു. അപ്പോ അടിപൊളിയാണ്. ഈ സ്വർണ്ണക്കപ്പിൽ ആര് മുത്തമിടും എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായെങ്കിലും ഇനി അങ്ങോട്ടപ്പോ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് വൈബാക്കാന്നുള്ളതാണ്. എല്ലാ കലകളുടെയും സംഗമം പോലെ എല്ലാ സംസ്കാരത്തിന്റെയും സംഗമം കൂടിയായി മാറുകയാണ്. പല ജില്ലകളിലും ഈ നിൽക്കുന്ന ചേട്ടന്മാരെയും ചേച്ചിമാരെയും ഒരു ആവേശം കൂടെ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിച്ചാലോ? പാലക്കാട് ആരെങ്കിലും മത്സരിക്കണ്ടോ? ഇത് ഓളം കാണാൻ വേണ്ടി മാത്രം, ആസ്വദിക്കാൻ വേണ്ടി. ആരേത്? സിനിമാ നടനാ? ഇവിടെ തൃശ്ശൂരുകാരനാണ്. ഇവിടെ മത്സരിക്കുന്നുണ്ടോ ആരെങ്കിലും? അതോ ഇത് കാണാൻ? ഇല്ല, കാണാൻ വേണ്ടി വന്നു. തൃശ്ശൂരുകാർക്ക് പൂരാണ് ഇതൊക്കെ അല്ലെ? അല്ല, പിന്നെ ഇതൊക്കെ നമ്മുടെ ഒരു കലോത്സവത്തെ അടിപൊളി. കപ്പടിച്ചാ മതിയായിരുന്നു. ചേച്ചിമാരുടെ അടുത്ത് പോയില്ലല്ലേ? ചേച്ചി പറയൂ. ചേച്ചി കണ്ടിട്ടില്ലേ? ശരിക്കും വന്നിട്ടുള്ളൂ. തൃശ്ശൂരാണ് അല്ലേ? നമ്മുടെ സമാപന സമ്മേളനം അടിപൊളിയാക്കാൻ പോവാണ്. കപ്പ് നമ്മുടെ കയ്യിൽ നിന്ന് പോയി, എന്നാലും കുഴപ്പമില്ല. കുറച്ച് വിഷമിട്ട് അല്ല, തോൽവി ജയപരാജയങ്ങളൊന്നും ഒന്നുമല്ല ശ്രീനന്ദ. നമ്മൾ തമാശക്ക് പറയും. ഞങ്ങളുടെ കൂടെ ഇപ്പൊ പ്രജൻ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇരിക്കപ്പുറത്തി ഉണ്ടാവില്ല. അവൻ തുടക്കം മുതൽ പറയാ കണ്ണൂരടിക്കും, കണ്ണൂര് കപ്പടിച്ചു. അവസാനം തൃശ്ശൂർ വന്നപ്പോ ഇവൾക്ക് ചെറിയ സങ്കടമുണ്ട്. ഞാനാണെങ്കിൽ എറണാകുളം ജില്ല ലിസ്റ്റിൽ എവിടെയും കണ്ടില്ല ഞാൻ. പക്ഷേ നമ്മുടെ ആവേശത്തിന് ഒരു കുറവുമില്ല. നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള ഒരു ബോധ്യത്തിലാണ് ഇന്നിപ്പോൾ നിൽക്കുന്നത്. എല്ലാവരും കൂടെ അടിച്ച് പൊളിച്ച് ആഘോഷിക്കും ഇന്നീ വൈകിട്ട്. ശരി സ്മിത, ശ്രീനന്ദ, ഏതായാലും കലോത്സവം അത് സമാപനത്തിലേക്ക് അടുക്കുന്നു. ആവേശം ഇവിടെയും കാണാം. വിവരങ്ങൾ നൽകുകയായിരുന്നു 24 പവലിന് മുൻപിൽ നിന്ന് സ്മിത ഹരിദാസും ശ്രീനന്ദയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.